ഞാൻ അങ്ങോട്ട് പോയപ്പോൾ ഒരു മാർക്കറ്റ് കണ്ടായിരുന്നേ, ഞാനൊന്ന് കാണിച്ചു തരാം. നമുക്ക് സമയമില്ല. ഇതാണ് ഇവിടുത്തെ മാർക്കറ്റ്. ഗുഡ് മോർണിംഗ് ഛത്തീസ്ഗഡ്. നമ്മളിപ്പോൾ ഛത്തീസ്ഗഡിലെ ദംദരി എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഞാൻ താമസ റൂമിൽ നിന്നുള്ള രാവിലത്തെ ജനല കാഴ്ചയാണ്. ഓക്കെ, അപ്പോൾ നമ്മളിന്ന് പോകാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത് ദംദരിയിൽ നിന്ന് ബിജാപൂരിലേക്കാണ്. ബിജാപൂരിലേക്ക് ഇവിടുന്ന് ഏകദേശം ഒരു 340 കിലോമീറ്റർ ദൂരമുണ്ട്. ഞാൻ മാപ്പിൽ കാണിച്ചു തരാം. ഇവിടെയാണ് ഇപ്പം നമ്മൾ നിൽക്കുന്നത്, ദംദരി എന്ന് പറയുന്ന സ്ഥലത്ത്. പിന്നെ ഇവിടെ ആയിട്ട് ഒരു ചെറിയൊരു ബീച്ചുണ്ട്, ഒരു മിനി ഗോവ എന്നൊക്കെ പറയുന്ന ഒരു ചെറിയ ബീച്ചുണ്ട്. അപ്പോൾ ഇതിലൊരു കുറച്ച് ഒരു റൂറലായിട്ടുള്ള ഏരിയ നമ്മൾ ക്രോസ് ചെയ്തിട്ട് നമ്മൾ നേരെ ഇങ്ങനെ ഹൈവേ എടുത്ത് വന്ന് ഇങ്ങനെ വന്ന് ഇതാണ് ബിജാപൂർ. ഇവിടെ വരെയുള്ള പ്ലാനിങ് ആണ് ഇപ്പോൾ എൻ്റെ കയ്യിലുള്ളത്. പക്ഷേ എന്താണ്, ഞാൻ ബിജാപൂരായിരിക്കില്ല താമസിക്കുക. ഇനി ഇവിടെ ചെന്നിട്ട് വേണം അതൊന്ന് പ്ലാൻ ചെയ്യാൻ. ഗേറ്റ് തുറക്കണം. ഭയങ്കര ചൂടാ. ഈ വണ്ടി ഓടുമ്പോൾ ഒരു ചെറിയ തണുപ്പ് കിട്ടും, ഭയങ്കര ഫീലിങ്ങാണ്. ഇരുവശം നല്ല മരങ്ങളിങ്ങനെ വളരെ ഹൈറ്റിലിങ്ങനെ നിൽക്കുക, നല്ല തണുപ്പും തണലും. നമുക്ക് പോകേണ്ട വഴിയാണിത്. പക്ഷേ ഇവിടുന്ന് നേരെ അങ്ങോട്ട് കണക്ട് ചെയ്യുന്ന ഒരു റൂട്ടും ഇല്ല, മാപ്പിനകത്ത് കാണിക്കുന്നില്ല. പക്ഷെ വഴിയുണ്ട്. ഇവിടെ നേരെ കാണിക്കുന്നത്. വീണ്ടും നമ്മൾ വ്യത്യസ്തമായിട്ടൊരു ഗ്രാമത്തിലോട്ട് വന്നു. ഇവിടുത്തെ വീടുകളുടെ നിർമ്മാണ രീതിയത്. ഇത് മഹാനദി റിവറിൻ്റെ വൃഷ്ടിപ്രദേശത്തുള്ള ഗ്രാമങ്ങളാണ് ഇത് ഈ കാണുന്നത്. അതതിന് പാരലായിട്ട് പോകുന്ന വഴി. ഇതാണ് മഹാനദി റിവർ. നമുക്ക് പോകേണ്ട റൂട്ട് ഇതിലെയാണ്. നമുക്കത് പാരലായിട്ട് തന്നെയാണ് പോണത്. പക്ഷേ ഈ റോഡ് വഴി നമ്മൾ ഈ വരുന്ന വഴി ഇതിനകത്ത് മാപ്പിനകത്ത് കാണിക്കുന്നില്ല. ഞാൻ കാണിച്ചു തരാം. എന്താ, ഇങ്ങനൊരു റൂട്ട് ഇതിനകത്ത് കാണിക്കുന്നില്ല. പക്ഷെ വഴിയുണ്ട്. പക്ഷേ ഈ റൂട്ട് എത്രത്തോളം ഉണ്ടെന്ന് എനിക്കറിയത്തില്ല. വണ്ടി റിസർവായി. ഏറിയാലൊരു 50 കിലോമീറ്റർ അത്രേ പോവുള്ളൂ മാക്സിമം. ഇപ്പം തന്നെ ഒരു 15 കിലോമീറ്റർ ഓടി. റോഡ് ചെറുതായി വരിക. എനിക്ക് തോന്നുന്നു ഇത് ഇവിടെ അടുത്തെവിടെയെങ്കിലും കൊണ്ട് അവസാനിക്കുമായിരിക്കും. ഒരു കുറച്ച് ദൂരം കൂടെ പോയി കഴിഞ്ഞാൽ നമുക്ക് റോഡെത്തും, മെയിൻ റോഡെത്തും. ഇതിലേ പോയി നോക്കാം, എത്തുമോ അറിയില്ല. ഇങ്ങോട്ട് വീടുകളൊന്നും കാണുന്നില്ലേ. ഇതെന്തൊരു സ്തൂപം പോലൊരു സാധനം. അതിർത്തി എന്ന് തോന്നുന്നു. അതിർത്തി വെച്ചേക്കണം സാധനമായത്. ഇവിടെ ഒന്നും ഒരു മനുഷ്യനോ ഒരു വീടോ ഒന്നുമില്ല ഇവിടെ ഒന്നും.
പക്ഷെ അതിർത്തിയുണ്ട്. ഓരോ പറമ്പുകൾ ഇങ്ങനെ തരം തിരിച്ച് വെച്ചിട്ടുണ്ട്. ആ ഇത്രയും നേരം സഞ്ചരിച്ചിട്ടൊരു സൈക്കിൾ വരുന്നു. എന്താണെങ്കിലും കുറേ നേരമായിട്ട് കണ്ട ഒരു മനുഷ്യൻ. ഓ നോക്കിയേ, നല്ല ചെമ്മൺ പാത, നല്ല നല്ല സ്ട്രെയിറ്റ് ആയിട്ട് കിടക്കുന്ന. നോക്കിയേ, എന്താണെങ്കിലും അവിടെ ആൾത്താമസം ഉണ്ടെന്ന് ഉറപ്പായി. ആൾത്താമസം ഉണ്ടാവാതിരിക്കുകയല്ല, ആൾത്താമസം ഉണ്ട്. വണ്ടികളൊക്കെ പോണ വഴിയത്, വണ്ടികളൊക്കെ പോക്കുവരവുള്ളതാണ്. അതിൻ്റെ വീൽപ്പാടുകളൊക്കെ കാണാം. എന്താണേലും ഈ നമ്മൾ ചെന്നെത്തുന്ന ഒരു പക്ഷേ ഏതെങ്കിലും ഗ്രാമത്തിലോട്ടോ ഒക്കെ ആയിരിക്കാം, അറിയില്ല. ഈ ഒരൊറ്റ വഴി മാത്രമേ ഉള്ളേ. ഇടയ്ക്ക് വേറെ മൺവഴിയൊക്കെ തിരിഞ്ഞു പോകുന്നുണ്ട്, പക്ഷേ മെയിനായിട്ടുള്ളൊരു മൺവഴിയാണിത്. വഴിയുടെ സ്വഭാവം മൊത്തം മാറി. കറക്റ്റാണോ? പെട്ടുപോകുമോ? ഇങ്ങനൊരു വഴി ഉള്ളതാണെങ്കിൽ വഴിയുണ്ട്, പക്ഷേ താമസമൊന്നും ഇല്ലാത്ത ഒരു റോഡ്. ആൾത്താമസം ഉണ്ടോ എന്ന് കരുതുന്ന ഒരു സ്ഥലത്തോട്ട് എത്തിയിട്ടുണ്ട്. ഇവിടെ വയലുകളുണ്ട്. എന്താ ഇവിടെ വീടുകളൊക്കെ ഉണ്ട്. എനിക്കൊരു ചെറിയൊരു ഭയം ഉണ്ടായിരുന്നു. കാര്യം ഇത് ഞാൻ വല്ല കാടിൻ്റെ ഉൾക്കാട്ടിലോട്ടൊക്കെ പോയിട്ട് വല്ല കുന്നിൻ്റെ ഒക്കെ മുന്നിൽ പോയി നിൽക്കുമെന്ന് എനിക്കൊരു ചെറിയ ഭയം ഉണ്ടായിരുന്നു. കാരണം ഇതിനകത്ത് റോഡൊന്നും, ഒരു റൂട്ടോ ഒന്നും കാണിക്കുന്നുമില്ല. ഔട്ട് ഓഫ് മാപ്പ്. പെട്രോൾ 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 പെട്രോൾ. फुल 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 कितना प्राइस इधर? कितना प्राइस? 101. हाँ, कार्ड 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 ओके. मैं अभी दमतिरी है ना, दमतिरी दमतिरी. मैं केरला है. नाम क्या आपका? नाम 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 अंजलि. हाँ अंजलि. अंजलि. ओ हाँ निर्जला. 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 ओ नाइस नेम. ഗ്രാമത്തിലെ ഒരു കവലയിലോട്ടാണ് നമ്മളിപ്പം വന്നിരിക്കുന്നത്. കവലയിൽ ഛത്തീസ്ഗഡിൻ്റെ തനത് രീതിയിലുള്ള വീടുകൾ കാണാം. ഒരു ആൽത്തറ പോലത്തെ എന്താണ് സംഭവം, ഒരു പ്രതിഷ്ഠ പോലത്തെ ഒരു ആൽത്തറ കാണാം. ആൽത്തറയാണോ എന്നറിയത്തില്ല, ആളാണോ എന്നറിയത്തില്ല. പൊടിയാണ് ഇവരുടെ മെയിന്. അതൊരു രക്ഷയില്ലാത്ത പൊടി. ഇവിടുത്തെ വീടുകൾക്കൊക്കെ പൊതുവെ ഹൈറ്റ് കുറവാണ്. മുൻവശം എങ്ങനെ പോലും ഒരു 7 അടി പൊക്കവും
വീടിൻ്റെ നടുവശം എങ്ങനെ പോയാലും ഒരു 10 അടി പൊക്കം അത്രയൊക്കെ ഉണ്ടാവുള്ളൂ. ചില വാർക്ക കെട്ടിടങ്ങൾക്ക് മാത്രമേ ഇച്ചിരി പൊക്കമുള്ളൂ. ഈ ഓടിട്ട വീടുകൾക്ക് പൊതുവേ ഇവിടെ ഹൈറ്റ് കുറവാണ്. എന്താ ചായ്പ് ഇങ്ങനെ കൂടുതൽ മുന്നോട്ട് ഇറക്കിയിടും, താത്തി ഇറക്കിയിടും. ഇതാ വേറൊരു കെട്ടിടം. ഒരു ജാഥ വരുന്നുണ്ടല്ലോ, ജാഥ. ഹായ്, ഇവിടുത്തെ പശുക്കൾക്ക് മൂക്കേറിടുന്നില്ല കേട്ടോ. ഞാൻ ഒരാൾക്ക് കയറോ കെട്ടോ അങ്ങനത്തെ സംഭവങ്ങളൊന്നും എല്ലാം അതിനെ അഴിച്ചു വിട്ടിട്ടുള്ള ശീലമാണ്. ഇതാണ് ഛത്തീസ്ഗഡിൻ്റെ തനി ഗ്രാമീണമായിട്ടുള്ള കാഴ്ച. ഞാൻ വഴി കാണിച്ചു തരാവേ. ഇപ്പോഴാണ് ഞാൻ വഴി ശ്രദ്ധിച്ചത്. ഇതെൻ്റെ ഇങ്ങനെ കിടക്കണ വഴി, വളഞ്ഞ് പൊളഞ്ഞ് ഇതിൽ കൂടുതലും ഗുഡ്സ് വണ്ടികളാണ് പോകുന്നത്. അതാണ് ഈ റോഡ് ഇങ്ങനെ പെട്ടെന്ന് പോകാനും ഈ പെട്ടെന്ന് പൊടി ഇളകാനുള്ള കാര്യം. എല്ലാം ഗുഡ്സ് വണ്ടികൾ ഇങ്ങനെ വന്ന് ക്യൂവിൽ കിടക്കുക. ഇറങ്ങാനാണോ നിർത്തിയിട്ടേക്കുന്നതാണോ? ഇവിടുത്തെ മരങ്ങൾക്കെല്ലാം പൊടിയുടെ കളറാണ്. പൊടിയാണ്, ഇതുണ്ടോ, എല്ലാം നരച്ച് നിൽക്കുക. വേറെ ഇല പോലും ഒരു പച്ച കളറില്ല. ഒരു വണ്ടി മറിഞ്ഞു തോന്നുന്നു ഇവിടെ. റോഡ് കാണത്തില്ല, അത് ഈ ഓൺ അടിക്കുന്നത്. ആരെങ്കിലും മുമ്പിലുണ്ടേ മാറിക്ക്. മാത്രമല്ല നമ്മളിടയിൽ കയറിയാൽ നമ്മളെ കാണത്തുമില്ല, അതാണ്. ഇട്ടേക്കാം. കണ്ടത്തിൽ ഇറങ്ങിയ ട്രാക്ടർ കണക്കായി. അത് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചുമാണിത്. പനീർ ബട്ടറും
തന്തൂർ റൊട്ടി. ഇനി നമ്മുടെ മുമ്പിൽ 285 കിലോമീറ്റർ കൂടെ ഉണ്ട് ബിജാപ്പൂർ. അങ്ങോട്ടൊക്കെ ഹെവി മഴയാന്ന് തോന്നുന്നു. മഴയായി കഴിഞ്ഞാൽ ഈ വഴി കൂടെ പോകാൻ ഒട്ടും പറ്റത്തില്ല. ഉള്ള കുഴി കൂടെ മൊത്തം വെള്ളം ഇറങ്ങിക്കഴിഞ്ഞാൽ റോഡും കാണത്തില്ല. ഹൈവേ നിന്ന് ഒരു ഇടവഴി തിരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇത് മാപ്പിനകത്ത് കാണിക്കുന്നത് ഞാൻ ഉദ്ദേശിക്കുന്നത് ഇവിടെ നേരെ ഇങ്ങോട്ട് ക്രോസ് ചെയ്യാനാണ്. കുറേ വളവും തിരിവൊക്കെ നമുക്ക് ഒഴിവാക്കാം. അതാണ് എൻ്റെ ഉദ്ദേശം. അല്ല, നേരെ ഇങ്ങോട്ടാണ് കാണിക്കുന്നത്. കുറേ ചുറ്റൽ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. പക്ഷെ ഇതെന്താവും എന്തോ അറിയില്ല. ഇതെന്താ ഇങ്ങോട്ട് ഓടി വരുന്നത്? പട്ടിയാണ്. മുറുക്കണ്ട എന്ന സമയത്ത് പട്ടിയാണ്. പെട്ടെന്ന് തോന്നിയൊരു ഐഡിയ ആണ്. ഇതെൻ്റെ പ്ലാനിങ്ങിൽ ഇല്ലാത്തതായിരുന്നു. തെന്നിയൊക്കെ പോകുന്നുണ്ട്. रोड एंड रोड कितना किलोमीटर? हाँ नहीं, यहाँ से 3 किलोमीटर दूर पे हाईवे कहाँ से? ओ केरल में बीजापुर में जाएगा. बीजापुर जाना है. हाँ, बीजापुर नेट में मिस्टेक हो जाता है. ये कितना ये दूर? बस लास्ट. ഓ चलो हम भी जा रहे हैं. ഓക്കെ, ഈ വഴി ഇവിടെ കൊണ്ട് തീർന്നു. ഇവിടെ എന്താ ഒരാൾക്കൂട്ടം. ഞാൻ വിചാരിച്ചത് എന്നാ പറ്റിയെന്ന്. പച്ചക്കറിയൊക്കെ വിൽക്കാൻ വെച്ചേക്കാണ്. ഇത് നാടൻ സാധനങ്ങളാണ്. നമുക്ക് നോക്കിയിട്ട് വരാം എന്തൊക്കെയാണ് ഇവർ വെക്കുന്നത് തന്നെ. ഇതെന്ത് സാധനം എനിക്ക് മനസ്സിലായില്ല. എല്ലാം കുറേശ്ശേ ഉള്ളൂ. കുറച്ച് ഇലകളൊക്കെ ഉണ്ട്. ഇതൊക്കെയാണ് ഇവർ പച്ചക്കറി വിൽക്കാൻ വെക്കുന്നത്. പേരയ്ക്കുണ്ട്. അത് പേരയ്ക്ക, പയറ്, വെണ്ടയ്ക്ക, കൂണുണ്ട്. ഹായ് ഹായ്. ഒരു കുടം പോലിരിക്കുന്നൊരു സാധനം കണ്ട്. പിന്നെ കാബേജ് ഉണ്ട്. പിന്നെ ഏതാണ്ട് പയറുവർഗ്ഗം, ചീര ഐറ്റംസ്. ഇതാണ് ഇവർ വിൽക്കാൻ വെച്ചേക്കണേ. ഇതാണെങ്കിലും കൊള്ളാം. ലെറ്റ്സ് ഗോ. നല്ല മഴയായി.
ചെറിയ രീതിയിലൊന്ന് ചേഞ്ച് വരുത്തി. നമ്മളീ പോണ വഴിക്ക് തന്നെയാണ് ചിത്രക്കോട് വാട്ടർഫാൾസ്. വളരെ മനോഹരമായിട്ടൊരു വെള്ളച്ചാട്ടമാണ്. ഇന്ത്യയിലെ നയാഗ്ര എന്നാണ് ഈ വെള്ളച്ചാട്ടം അറിയപ്പെടുന്നത്. അപ്പോൾ അതൊന്ന് കണ്ടെത്തിട്ട് പോകാമെന്ന് ചോദിച്ചു. ബഹുത് സുന്ദർ ഹേ. അയച്ചു ആ സാധനം പാറിപ്പോയില്ലേ. നമ്മുടെ കവറ് ചാടിപ്പോയി. ശേ, മുമ്പിലിട്ട് ആ കവർ ഉണ്ടായിരുന്നല്ലോ, ഇതിൻ്റെ കവർ അതിവിടെ വെച്ചതാണ്. ഇനി തിരിച്ചു വരുമ്പോൾ അത് കാണുമോ? ഏയ്, ഈ ബാഗ് മൂടിയിടാൻ പറ്റത്തില്ല മഴ വന്നാൽ. ശേ, ടെൻഡി വെള്ളച്ചാട്ടം കാണാൻ 20 രൂപ പിരിവ്. ഇവരുണ്ടാക്കിയതൊന്നും അല്ലല്ലോ ഇത്. ഇവരുണ്ടാക്കിയതാണെങ്കിൽ ടോള് പിരിക്കാനല്ലോ പിരിക്കാൻ നോക്കാം. ഇത് സ്വാഭാവികമായിട്ടുണ്ടായൊരു സാധനം. നാട്ടുകാരെ മുഞ്ചിക്കാൻ വേണ്ടി വരും. हाँ 10 मिलेगा. दस ही कहा आपको मैंने, वो तो 20 दे रहा. केरल से हो क्या भैया? हाँ, केरल से हो. ഇത് ട്രാഫിക് റൂളിനെ കുറിച്ച് പറയുന്നതാണ്. എല്ലാവരും ഹെൽമെറ്റ് വെച്ചിട്ടൊക്കെ ഉണ്ടെന്ന് ഇവിടുത്തെ ഉദ്യോഗസ്ഥർ ഉറപ്പിക്കുന്നുണ്ടാവും അല്ലേ. നമ്മൾ വാട്ടർഫാൾസിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടുന്ന് ഏകദേശം ഒരു കുറച്ച് ദൂരമേ ഉള്ളൂ. ഇവിടെ കുറേ ചെറിയ വഴിയോര കച്ചവടക്കാർ ഉണ്ട്. അതല്ല ഈ നാട്ടിലെ ഗ്രാമീണോടുള്ള സ്ത്രീകളാണ്. ഓരോരുത്തർ അവരവരുടേതായിട്ടുള്ള ചെറിയ ചെറിയ കരകൗശല വസ്തുക്കളും ഇതൊക്കെ ഇവിടെ കരകൗശല വസ്തുക്കൾ, പച്ചക്കറികൾ, പഴങ്ങൾ, ഓ പൊളി. ഇതാണ് ഇന്ത്യയിലെ നയാഗ്ര എന്നറിയപ്പെടുന്ന വാട്ടർഫാൾസ്, ചിത്രക്കോട് വാട്ടർഫാൾസ്. ഇത് ഛത്തീസ്ഗഡിൽ തന്നെ ഒരു ഐക്കോണിക് ആയിട്ടുള്ളൊരു വാട്ടർഫാൾസാണ്. നമുക്ക് കുറച്ചുകൂടെ അടുത്തോട്ട് പോയി കാണാം. ഇവിടെ ഇങ്ങനത്തെ കുറേ ശില്പങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ നമ്മൾ ചിത്രക്കോട് വാട്ടർഫാൾസ് കണ്ടു. ഇനിയിപ്പം നമ്മളിവിടെ നിന്ന് ഇറങ്ങുകയാണ്. ഇനിയിപ്പം നമ്മളുടെ അടുത്ത സ്പോട്ട്, അടുത്ത നമ്മളുടെ ഡെസ്റ്റിനേഷനായിട്ടുള്ള ബീജാപ്പൂരാണ്. അതിവിടുന്ന് ഏകദേശം ഒരു 153 കിലോമീറ്ററാണ് കാണിക്കുന്നത്. ഞാൻ അങ്ങോട്ട് പോയപ്പോൾ ഒരു മാർക്കറ്റ് കണ്ടായിരുന്നേ, ഞാനൊന്ന് കാണിച്ചു തരാം. നമുക്ക് സമയമില്ല. ഇതാണ് ഇവിടുത്തെ മാർക്കറ്റ്.
ഹായ്. ഇവിടുത്തെ ചേച്ചിമാർ പച്ചക്കറി, കോവയ്ക്ക, ചീര, അങ്ങനത്തെ സാധനങ്ങളൊക്കെ വിൽക്കുന്നു. നൈസ്. ഉരുളക്കിഴങ്ങ്, തക്കാളി. ഹായ് ഹായ്. ജസ്റ്റ് ഐ ആം സീയിങ് യുവർ മാർക്കറ്റ്. നൈസ് മാർക്കറ്റ്. It's a very small market. It's nice market. Cockfight going on there. That has finished, I think. What is that? Yeah, cockfight was going on there. You Oh. missed it by say 5 minutes. Oh, okay. Can I go there? Yeah, you can go there. With bike? Huh? With bike? You can park here and go there. Yeah, okay. Fine. Thank you. ഇവിടെ എന്ത് ഒരു യുദ്ധം നടക്കുന്നു, നമുക്കൊന്ന് കണ്ടിട്ട് വരാം. കോഴി കേട്ടോ. ഞാനിവിടെ ഒരു പുസ്തകത്തിൽ വായിച്ചിട്ടുണ്ടായിരുന്നു, ഇവിടുത്തെ കോഴിപ്പോര് വളരെ പ്രസിദ്ധമാണ്. അപ്പോൾ ആ കോഴിപ്പോരൊന്ന് കണ്ടിട്ട് വരാം. നമുക്ക് സമയമില്ല ഒന്നാമത്തെ കാര്യം. ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് പോവാം. ഇതാണ്ടേ കോഴിപ്പോര്, വാശിയേറിയ കോഴിപ്പോര്. വാവ്. എല്ലാ അറയിലും ഓരോ പൂവൻകോഴിയുണ്ട്. ഇതിനെക്കുറിച്ച് ഞാൻ നേരത്തെ വായിച്ചിരുന്നു. അത് ആംചോ ബസ്തർ എന്ന് പറയുന്ന ഒരു പുസ്തകത്തിനകത്ത് ഇവിടെല്ലാം ചേച്ചിമാർ ഓരോരോ ചെറുകടികളൊക്കെ ആക്കുന്നുണ്ട്. ഇതെന്താണിത്? നൈസ്. ഇതെന്താണിത്? ബിയർ. ഒരു വാറ്റിൻ്റെ മണമുണ്ട് ഇവിടെ. ഡ്രിങ്ക്? മദ്യം. ഓപ്പൺ സെയിൽ. അക്കാര്യം നിയമപ്രകാരം വലിയ കുറ്റകൃത്യമാണ് നമ്മുടെ നാട്ടിൽ. ഇതാണ് ഇവിടുത്തെ. വാ. 150 കിലോമീറ്ററാണ് നമുക്ക് കാണിക്കുന്നത്. ടൈമില്ല. ലെറ്റ്സ് ഗോ. സൂര്യൻ പടിഞ്ഞാറ് അസ്തമിച്ചു തുടങ്ങി. നമ്മുടെ മുമ്പിൽ 143 കിലോമീറ്റർ ദൂരമുണ്ട്. സമയം ഇപ്പോൾ എത്രയായി? 5:35, 5:30ആയി. നല്ല ഇരുവശത്തും നല്ല വയലുകളുള്ള പാടം. നമ്മുടെ റോഡിൻ്റെ ഇരുവശത്തും നല്ല നെൽപ്പാടങ്ങൾ. അതിൻ്റെ നടുക്കോടെയുള്ളൊരു പാത. ഓഹോ. എന്നിട്ടോ ഒരു മല, ഇതുപോലെ പച്ച പതച്ച ഒരു മല ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത് ഇവിടെ. ഛത്തീസ്ഗഡിലുണ്ടാവാം, പക്ഷേ നമ്മൾ കണ്ടത് വളരെ കുറവാണ്. എന്നാ വലിയ ഫോണാണ് ഇത്. നമുക്ക് ബീജാപ്പൂരിലേക്ക് 94 കിലോമീറ്റർ അടുത്തുണ്ട്. ഇപ്പോൾ സമയം ഏകദേശം 7 മണിയായിട്ടുണ്ടാവും. ഗുഡ്സ് വണ്ടികളുടെ ബഹളമാണ്. നമ്മളങ്ങനെ ബീജാപ്പൂർ എത്തിയിട്ടുണ്ട്.
ഇപ്പോൾ സമയം ഏകദേശം 9 മണിയായി, 8:54. ബീജാപ്പൂർ എത്തിയിട്ടുണ്ട് നമ്മളപ്പോൾ ഇന്ന് ബീജാപ്പൂർ സ്റ്റേ ചെയ്യുന്നില്ല. ഇവിടുന്ന് കുറച്ച് ദൂരം അങ്ങോട്ട് പോവുക. കുറച്ച് ദൂരം അങ്ങോട്ട് പോയിട്ട് നമുക്ക് എവിടെയെങ്കിലും ടെൻ്റ് അടിച്ച് സ്റ്റേ ചെയ്യാനുള്ള പരിപാടിയാണ് ഞാൻ പ്ലാൻ ചെയ്യുന്നത്. ഇതെവിടെയാണെന്ന് ഒരു പിടുത്തമില്ല. ഒരു ടൗണെത്തി. ടെൻ്റ് അടിക്കാനൊരു സൗകര്യം നോക്കുക. ഇവിടെ വലിയ കുഴപ്പമില്ലാന്ന് തോന്നുന്നു. എവിടെ കിടക്കുമെന്ന് അറിയത്തില്ല. പക്ഷെ ഇവിടെ ഈ ഉള്ളംകല്ലതുകൊണ്ടേ